നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കസ്തൂരീ തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാലചൂടാമണി. എല്ലാവർക്കും നാരായണീയ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 1, 2, 3 ദശകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ ദശകത്തിൽ ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുന്നതാണ്. രണ്ടാമത്തെ ദശകത്തിൽ ഭഗവത് സ്വരൂപ വർണ്ണനം. മൂന്നാമത്തെ ദശകത്തിൽ ഭക്തി പ്രാർത്ഥന. ഈ 3 ദശകം കൊണ്ട് ഒന്നാമത്തെ സ്കന്ധം അവസാനിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എഴുത്തച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭട്ടതിരിപ്പാട് ഗുരുവായൂർ അമ്പലത്തിലെത്തിയിട്ട് ഭജനം ചെയ്യാൻ ആരംഭിച്ചതും മത്സ്യാവതാരം തൊട്ട് വർണ്ണിക്കാനായിട്ട്, ഭഗവാന്റെ മത്സ്യാവതാരം തൊട്ട് വർണ്ണിക്കാനായിട്ട് തുടങ്ങിയതും അറിയാം. ഭാഗവതത്തിലെ കഥയാണല്ലോ. വേദവ്യാസൻ രചിച്ച ഭാഗവതത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകൾ, പ്രത്യേകിച്ചും ശ്രീകൃഷ്ണൻ്റെ കഥയാണ് കൂടുതലും പറയണത് തന്നെ. അപ്പോൾ ഈ എല്ലാ അവതാരങ്ങളെക്കുറിച്ചും ഭഗവാന്റെ ഓരോരോ ഭക്തന്മാരോടുള്ള കാരുണ്യത്തെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന ഭാഗങ്ങൾ ഒരുപാടുണ്ട്. ഒരു വലിയ സമുദ്രം പോലെയാണ് ഭാഗവതം എന്ന് പറഞ്ഞാൽ. വളരെ ലളിതമായ ഭാഷയിൽ വേദവ്യാസൻ എഴുതിയ അനുഷ്ടുപ വൃത്തത്തിൽ എഴുതിയിട്ടുള്ള ആ ഭാഗവതം വായിച്ചാൽ ഭഗവത് ഭക്തി വർദ്ധിക്കാനും മോക്ഷം ലഭിക്കാനും ഒക്കെ സാധിക്കും എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, നമുക്കറിയാൻ കഴിയുന്നത്. ഭാഗവതം മുഴുവനും വായിച്ചിട്ട് അതിൻ്റെ സാരം, സത്ത് മാത്രം എടുത്തിട്ട് അതുകൊണ്ടാണ് നാരായണീയം രചിച്ചിട്ടുള്ളത്. ഭാഗവതം ഒരു വലിയ ബൃഹത്തായ കൃതിയാണ്, എന്നാൽ അതിൻ്റെ സംഗ്രഹം മാത്രമാണ് ഈ നാരായണീയം. എങ്ങനെയാ പാലാഴി കടഞ്ഞാൽ, പാലാഴി കടയുമ്പോൾ അതിൽ നിന്നും വെണ്ണ കിട്ടുകയാണ്. പാല് കടയുമ്പോൾ വെണ്ണ കിട്ടില്ലേ, അതേപോലെ പാലാഴി പോലെ വളരെ ആസ്വാദ്യകരമായിട്ടുള്ള മഹാഭാഗവതം കടഞ്ഞെടുത്ത നറുവെണ്ണ, നാരായണീയത്തിൻ്റെ രൂപത്തിലുള്ള നറുവെണ്ണയാണ് ഭട്ടതിരി ഭഗവാന് സമർപ്പിച്ചത്. അങ്ങനെ രോഗത്തിൽ നിന്നും വിമുക്തി നേടിയതും എന്നാണ് പറയണത്. ഒന്നാമത്തെ സ്കന്ധവും കഴിഞ്ഞു, 3 ദശകവും കഴിഞ്ഞു. ഈ 4ാമത്തെ ദശകം തുടങ്ങുന്നത് 2ാമത്തെ സ്കന്ധം ആണ്. ദ്വിതീയ സ്കന്ധമാണ്, 4ാമത്തെ ദശകവുമാണ്. ഭാഗവതത്തിലും ദ്വിതീയ സ്കന്ധത്തിലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇനിയുള്ള കുറച്ച് ദശകങ്ങളിൽ വർണ്ണിക്കുന്നത്. 3ാമത്തെ ദശകത്തിൽ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ എവിടെയെങ്കിലും ഇരുന്നിട്ട് വിജനമായ സ്ഥലത്തിരുന്ന് അങ്ങയെ പൂജിച്ചു കൊള്ളാം, തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ പൂജിക്കാം, ഞാൻ അങ്ങയെ ആരാധിക്കാൻ പോവുകയാണ്, ഉറപ്പിച്ചു കഴിഞ്ഞു, എൻ്റെ രോഗം മാറുന്നത് വരെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ ആരാധിക്കാൻ പോവുകയാണ്. നോക്കൂ, നമുക്കൊന്ന് വായിച്ച് നോക്കാം കേട്ടോ. നമുക്ക് അർത്ഥം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അത് വെച്ച് മറന്നു പോവാതിരിക്കാൻ ആവർത്തിച്ച് വായിച്ച് ഭക്തി നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുക. ദ്വിതീയ സ്കന്ധമാണ്, 4ാമത്തെ ദശകമാണ്. അഷ്ടാംഗയോഗ വർണ്ണനം, യോഗ സിദ്ധി വർണ്ണനം. അഷ്ടാംഗയോഗം, യോഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പതഞ്ജലി മഹർഷിയാണ് യോഗശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ്, പതഞ്ജലി മഹർഷി. നമുക്കിപ്പോൾ ഈ കാലത്ത് നമ്മൾ ഭാരതം തന്നെയാണ് യോഗയുടെ 1ാമത്തെ ആളായിട്ട് നടക്കുന്നത് അല്ലേ. ലോകം മുഴുവനും യോഗശാസ്ത്രത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാരതീയർ തന്നെയാണ്. അപ്പം നമുക്കും അറിയാം, മനസ്സിനും ശരീരത്തിനും ആത്മാവിനും വരെ ശക്തി കിട്ടാനായിട്ട്, മുക്തി കിട്ടാനായിട്ട് ഒക്കെ യോഗശാസ്ത്രം കൊണ്ടും സാധിക്കും എന്നാണ് പറയണത്. എങ്ങനെയൊക്കെയാണ് ഈ യോഗ
അനുഷ്ഠാനം ചെയ്യുക എന്നാണ് പറയണത്. യോഗയിൽ അഷ്ടാംഗയോഗ വർണ്ണം എന്ന് പറയുക. അഷ്ടാംഗയോഗം എന്ന് വെച്ചാൽ 8 അംഗങ്ങളാണ് യോഗയ്ക്ക്. 8 അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇങ്ങനെ 8 അംഗങ്ങളാണ് യോഗയ്ക്കുള്ളത്. ഓരോന്നും എങ്ങനെയൊക്കെയാണെന്ന് ഈ നമ്മളുടെ അടുത്ത സ്കന്ധത്തിലാണ് പ്രതിപാദിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. 4-ാമത്തെ ദശകം നമുക്ക് നോക്കാം. കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ഒരു പ്രാവശ്യം കൂടി ചൊല്ലാം. കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. പദച്ഛേദം. കല്യതാം മമ കുരുഷ്വ താവതീം കല്യത്തെ ഭവതുപാസനം യയാ സ്പഷ്ടം അഷ്ടവിധയോഗചര്യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ സ്പഷ്ടം അഷ്ടവിധയോഗചര്യയാ പുഷ്ടയാ ആശു പുഷ്ടയാശു പുഷ്ടയാ ആശു പുഷ്ടയാശു തവ തുഷ്ടിം ആപ്നുയാം തുഷ്ടിമാപ്നുയാം. 3 പദച്ഛേദമുള്ളത്. ഒന്ന് സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ സ്പഷ്ടം അഷ്ടവിധയോഗചര്യയാ. പിന്നെ പുഷ്ടയ ആശു പുഷ്ടയാശു. 3-ാമത്തത് തുഷ്ടിം ആപ്നുയാം തുഷ്ടിമാപ്നുയാം. ഇനി ഓരോ വാക്കുകളുടെ അർത്ഥം നോക്കാം. കല്യത എന്ന് വെച്ചാൽ ആരോഗ്യം എന്നർത്ഥം. കല്യത ആരോഗ്യം. കല്യതാം എന്നാകുമ്പോൾ ആരോഗ്യത്തെ. കല്യതാം ആരോഗ്യത്തെ എന്നർത്ഥം. മമ എന്ന് വെച്ചാൽ എനിക്ക്. കുരുഷ്വ ചെയ്യൂ. കുരുഷ്വ ചെയ്യൂ. നീ ചെയ്യൂ എന്നാണ് പറയണത്. താവതീം എന്ന് വെച്ചാൽ അത്രയ്ക്ക്. താവതീം അത്രയ്ക്ക്. താവതീം കല്യതാം അത്രയ്ക്ക് ആരോഗ്യത്തെ മമ കുരുഷ്വ എനിക്ക് ചെയ്യൂ എനിക്ക് തരൂ എന്നർത്ഥം. കല്യതേ ആരോഗ്യവാനാക്കുന്നു. കല്യതേ ആരോഗ്യമുള്ളവനാക്കി തീർക്കുന്നു. ഭവതുപാസനം കല്യതേ ആരോഗ്യമുണ്ടാക്കുന്നത് ആരോഗ്യമുണ്ടാക്കുന്നു. കല്യതേ ആരോഗ്യമുണ്ടാക്കുന്നു. ഭവതുപാസനം ഭവാന്റെ ഉപാസനം ഭവാന്റെ അങ്ങയുടെ ഉപാസനം ആരാധന ഉപാസിക്കൽ. യയാ എത്ര കണ്ട് എത്രത്തോളം. അടുത്ത വാക്ക് സ്പഷ്ടം. സ്പഷ്ടം വ്യക്തമായ. അഷ്ടവിധയോഗചര്യയ അഷ്ടവിധം 8 വിധത്തിലുള്ള യോഗചര്യ കൊണ്ട് യോഗാനുഷ്ഠാനം കൊണ്ട് എന്നർത്ഥം. അഷ്ടവിധ യോഗചര്യയ അഷ്ടവിധത്തിലുള്ള 8 വിധത്തിലുള്ള യോഗാനുഷ്ഠാനം കൊണ്ട് അഷ്ടാംഗ യോഗവിദ്യ കൊണ്ട് എന്നർത്ഥം. പുഷ്ടയ പുഷ്ടയ പരിപുഷ്ടമായ പൂർണ്ണമായ. ആശു വേഗത്തിൽ. തവ നിൻ്റെ അങ്ങയുടെ. തുഷ്ടിം തുഷ്ടിയെ സന്തോഷത്തെ. തുഷ്ടി സന്തുഷ്ടി സന്തോഷം. സന്തോഷത്തെ നിൻ്റെ സന്തോഷത്തെ നിൻ്റെ പ്രസാദത്തെ നിൻ്റെ അനുഗ്രഹത്തെ. ആപ്നുയാം ഞാൻ പ്രാപിച്ചുകൊള്ളാം ഞാൻ നേടിക്കൊള്ളാം. പ്രാപിക്കാം എന്നർത്ഥം. ഇനി നമുക്ക് അർത്ഥം പറയാം. ഇവിടെ ആദ്യത്തെ 2 വരിയിൽ കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവതുപാസനം യയ.
അത് നോക്കുമ്പോൾ കുരുഷ്വ എന്നാണ് ക്രിയാപദം. കുരുഷ്വ എന്ന് വെച്ചാൽ നീ ചെയ്യൂ എന്നർത്ഥം. നീ ചെയ്യൂ, എന്തിനെ ചെയ്യൂ? കല്യതാം, കല്യതയെ, ആരോഗ്യത്തെ ചെയ്യൂ, ആരോഗ്യത്തെ തരൂ. എത്രത്തോളം? താവതീം, അത്രത്തോളം ആരോഗ്യത്തെ തരൂ. താവതീം കല്യതാം കുരുഷ്വ, നീ മമ എനിക്ക്, താവതീം കല്യതാം കുരുഷ്വ, അത്രത്തോളം ആരോഗ്യം തരൂ. എത്രത്തോളം? യയാ, എത്രത്തോളം കൊണ്ടാണോ ഭവതുപാസനം കല്യതേ, അങ്ങയുടെ ഉപാസനം സാധിക്കുന്നത്. എത്ര ആരോഗ്യം കൊണ്ടാണോ എനിക്ക് ഭവതുപാസനം, അങ്ങയുടെ ആരാധന, കല്യതേ ചെയ്യാൻ സാധിക്കുന്നത്, താവതീം കല്യതാം അത്രത്തോളം ആരോഗ്യം മമ കുരുഷ്വ എനിക്ക് ചെയ്യൂ. ഇനി അടുത്ത 2 വരിയിൽ സ്പഷ്ടം അഷ്ടവിധയോഗചര്യയ പുഷ്ടയ ആശു തവ തുഷ്ടിം ആപ്നുയാം. ആപ്നുയാം എന്നാണ് ക്രിയാപദം. ആപ്നുയാം ഞാൻ പ്രാപിക്കാം, ഞാൻ ചെയ്യാം എന്ന്. എന്ത് ചെയ്യാം? തുഷ്ടിം സന്തോഷത്തെ ചെയ്യാം. ആരുടെ? തവ നിൻ്റെ. തവ തുഷ്ടിം നിൻ്റെ സന്തോഷത്തെ, നിൻ്റെ പ്രസാദത്തെ, നിൻ്റെ പ്രീതിയെ എന്നൊക്കെ അർത്ഥം. എന്തുകൊണ്ട് ചെയ്യാം? അഷ്ടവിധ യോഗചര്യയ 8 വിധത്തിലുള്ള യോഗചര്യകൾ കൊണ്ട്, അഷ്ടാംഗയോഗ അനുഷ്ഠാനം കൊണ്ട്, ചര്യ എന്ന് വെച്ചാൽ അനുഷ്ഠാനം, അഷ്ടാംഗയോഗ അനുഷ്ഠിച്ചുകൊണ്ട്. അതെങ്ങനെയുള്ള അഷ്ടാംഗയോഗ വിദ്യയാണ്? പുഷ്ടയ, പുഷ്ടമാണ്, പരിപുഷ്ടമാണ്, പൂർണ്ണമാണ്. പൂർണ്ണമായ അഷ്ടാംഗയോഗ വിദ്യകൾ കൊണ്ട് തവ നിൻ്റെ, തുഷ്ടിം തുഷ്ടിയെ, നിൻ്റെ സന്തോഷത്തെ, നിൻ്റെ പ്രീതിയെ, നിൻ്റെ അനുഗ്രഹത്തെ എന്നൊക്കെ അർത്ഥം, നിൻ്റെ പ്രസാദത്തെ, ആപ്നുയാം ഞാൻ നേടിക്കൊള്ളാം എന്ന്. എത്രത്തോളം ആരോഗ്യം വേണോ അങ്ങയുടെ ഉപാസന ചെയ്യാൻ, അത്രയ്ക്കും ആരോഗ്യം എനിക്ക് ചെയ്യൂ. അപ്പോൾ ഞാൻ അഷ്ടാംഗയോഗ വിദ്യകൾ കൊണ്ട് നിൻ്റെ പ്രീതിയെ, നിൻ്റെ അനുഗ്രഹത്തെ ഞാൻ, പ്രസാദത്തെ ഞാൻ നേടിക്കൊള്ളാം എന്നർത്ഥം. നമുക്ക് ഒന്നുകൂടിയും അന്വയക്രമത്തിൽ അർത്ഥം നോക്കാം. ആരോടാ പറയണത്? ഭഗവാൻ ഗുരുവായൂരപ്പനോടാ പറഞ്ഞല്ലേ, വരദായകനായ ഭഗവാനോടാ പറയണേ അല്ലേ. ഹേ വരദ എന്ന് പറയാം. അല്ലയോ വരദായകനായ ഭഗവാനേ ഗുരുവായൂരപ്പ, യയാ ഭവതുപാസനം കല്യതേ മമ താവതീം കല്യതാം കുരുഷ്വ. ഹേ വരദ, അല്ലയോ വരദായകനായ ഗുരുവായൂരപ്പ, യയാ ഭവതുപാസനം കല്യതേ, എത്രമാത്രം ആരോഗ്യം കൊണ്ടാണോ അങ്ങയുടെ ഉപാസനം, ആരാധന ചെയ്യാൻ സാധിക്കുമോ, താവതീം കല്യതാം മമ കുരുഷ്വ, അത്രയ്ക്കും ആരോഗ്യം എനിക്ക് ചെയ്തു തരൂ. പുഷ്ടയ അഷ്ടവിധയോഗചര്യയ, പൂർണ്ണമായ അഷ്ടാംഗയോഗാനുഷ്ഠാനം കൊണ്ട്, ആശു വേഗത്തിൽ, എത്രയും വേഗം, തവ തുഷ്ടിം സ്പഷ്ടം ആപ്നുയാം, അങ്ങയുടെ പ്രസാദത്തെ, സന്തോഷത്തെ ഞാൻ സ്പഷ്ടം നിശ്ചയമായും ആപ്നുയാം പ്രാപിക്കാം, നേടാം എന്നർത്ഥം. അതായത് എത്രത്തോളം ആരോഗ്യം വേണോ അങ്ങയെ ഉപാസിക്കാൻ, അത്രയ്ക്ക് ആരോഗ്യം എനിക്ക് തരൂ ഭഗവാനേ ഗുരുവായൂരപ്പ. അങ്ങനെ എനിക്ക് ആരോഗ്യം തരുകയാണെങ്കിൽ ഞാൻ അഷ്ടവിധ യോഗചര്യ കൊണ്ട്, അഷ്ടാംഗ യോഗാനുഷ്ഠാനം കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ അങ്ങയുടെ പ്രസാദത്തെ, അങ്ങയുടെ സന്തോഷത്തെ ഞാൻ പ്രാപിച്ചുകൊള്ളാം, നേടിക്കൊള്ളാം, ഉറപ്പാണ്, സ്പഷ്ടം, തീർച്ചയായിട്ടും ഞാൻ നേടിക്കൊള്ളാം എന്നാണ് പറയണത്. നോക്കൂ, ചൊല്ലി നോക്കാം നമുക്ക് കേട്ടോ. ഒന്ന്, കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. അഷ്ടാംഗയോഗ വർണ്ണനം എന്നാണ് ഇതിൻ്റെ, ഈ ദശകത്തിൻ്റെ പേര് തന്നെ. യോഗസിദ്ധി വർണ്ണനവും അഷ്ടാംഗയോഗ വർണ്ണനം. എന്താണ് അഷ്ടാംഗയോഗം എന്നൊക്കെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ 8 അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതാണ് അഷ്ടാംഗയോഗം.
യോഗശാസ്ത്രം എഴുതിയത് പതഞ്ജലിയാണ്. യോഗ പഠിക്കുന്നവർക്ക് ശരിക്കും അറിയാം. ഇനി നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് പറയാണ്. എന്താണ് യമം, എന്താണ് നിയമം എന്നൊക്കെ പറയാനായിട്ട് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. ബ്രഹ്മചര്യദൃഢതാദിഭിർയമൈരാപ്ലവാദി നിയമൈശ്ച പാവിതാ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവൽപരാ. ബ്രഹ്മചര്യദൃഢതാദിഭിർയമൈരാപ്ലവാദി നിയമൈശ്ച പാവിതാ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവൽപരാ. പദച്ഛേദം. ബ്രഹ്മചര്യദൃഢതാദിഭിർയമൈരാപ്ലവാദി നിയമൈശ്ച. ബ്രഹ്മചര്യദൃഢതാദിഭിः യമൈः ആപ്ലവാദിനിയമൈः ച. ബ്രഹ്മചര്യദൃഢതാദിഭിः യമൈः. അപ്പോൾ ദൃഢതാദിഭിർയമൈः എന്ന് വരും. യമൈः പ്ലസ് ആപ്ലവാദി യമൈരാപ്ലവാദി നിയമൈः ച. പാവിതാः കുർമഹേ ദൃഢം അമി സുഖാസനം പങ്കജാദ്യം അപി വാ ഭവൽപരാ. ഓരോ വാക്കുകളുടെയും അർത്ഥം പറയാം. ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ദർശനം, സ്പർശനം, ചിന്തനം ഇത്യാദികളെ വർജിച്ചിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ബ്രഹ്മചര്യം എന്ന് പറയുക. വിദ്യാഭ്യാസ സമയത്ത്, പ്രാർത്ഥനാ സമയത്ത് ഒന്നും ഇത് പാടില്ല. ബ്രഹ്മചര്യം നിശ്ചയമായിട്ടും വേണം. സ്ത്രീകളെക്കുറിച്ച് സ്പർശിക്കുകയോ ദർശിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ അമ്മയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മചര്യ ദൃഢമായ ബ്രഹ്മചര്യം എന്നർത്ഥം. ആദിഭിഹി മുതലായ യമൈഹി യമങ്ങൾ കൊണ്ടും. യമം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ 8 അംഗങ്ങളുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ അഷ്ടാംഗ യോഗത്തിൽ ആദ്യത്തെ ആണ് യമം എന്ന് പറയുന്നത്. അപ്പോൾ യമം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഒന്ന് ബ്രഹ്മചര്യ, ദൃഢമായ ബ്രഹ്മചര്യം വേണം. രണ്ടാമത്തെ കാര്യം ഹിംസ, അസത്യം, മോഷണം മുതലായവകളുടെ വർജനം. ഹിംസ എന്ന് വെച്ചാൽ കൊല്ലുക, ഉപദ്രവിക്കുക, വേദനിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഹിംസ എന്ന് പറയുന്നത്. അത് പാടില്ല, അഹിംസയാണ് വേണ്ടത്. പിന്നെ അസത്യം പാടില്ല, സത്യം മാത്രമേ പാടൂ. മോഷണം പാടില്ല. ഈ 2 കാര്യങ്ങളാണ് യമം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് ബ്രഹ്മചര്യം, രണ്ടാമത്തേത് ഹിംസ, അസത്യം, മോഷണം മുതലായവകളുടെ വർജനം. ഇതിനാണ് യമം എന്ന് പറയുക. അപ്പോൾ ബ്രഹ്മചര്യ ദൃഢത ആദിഭിഹി മുതലായവ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നതാണ് ഹിംസ, അസത്യം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോ ചെയ്യാൻ പാടില്ല എന്ന് പറയണത്. അഹിംസ, സത്യം, പിന്നെ മോഷണം ചെയ്യായിക, ഇതൊക്കെയാണ് യമത്തിൽ രണ്ടാമത്തെ. ബ്രഹ്മചര്യ ദൃഢതാദിഭിഹി യമൈഹി. ദൃഢമായ ബ്രഹ്മചര്യ തുടങ്ങിയ യമങ്ങളാലും. യമം എന്ന് വെച്ചാൽ ഒന്നാമത്തെ അഷ്ടാംഗയോഗത്തിൽ ഒന്നാമത്തെ ആൾ. പിന്നെ ആപ്ലവാദി നിയമൈഹി. ആപ്ലവം എന്ന് വെച്ചാൽ കുളിയാണ്. ആപ്ലവം സ്നാനം, വെള്ളത്തിൽ മുങ്ങണനാണ് ആപ്ലവം, പ്ലവം പറയണത്. സ്നാനം തുടങ്ങിയ ആദി എന്ന് വെച്ചാൽ മുതലായ. സ്നാനം മാത്രമല്ല, ശുദ്ധീകരിക്കാൻ സ്നാനം വേണ്ടേ? ശരീരശുദ്ധിക്ക് സ്നാനം, പിന്നെ മനഃശുദ്ധി വേണം, ജപം വേണം, തപസ്, ഹോമം. അതാണ് ആദിയായ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആപ്ലവാദി നിയമൈഹി. ആപ്ലവം തുടങ്ങിയ നിയമങ്ങൾ കൊണ്ടും, കുളി തുടങ്ങിയ നിയമങ്ങൾ കൊണ്ടും. അപ്പോൾ രണ്ടാമത്തെ അഷ്ടാംഗയോഗത്തിൽ രണ്ടാമത്തെയാണ് നിയമം. ഒന്നാമത്തെ യമമാണ്, രണ്ടാമത്തെ നിയമമാണ്. അപ്പോൾ ബ്രഹ്മചര്യ ദൃഢത തുടങ്ങിയിട്ടുള്ള യമം കൊണ്ടും ആപ്ലവം തുടങ്ങിയിട്ടുള്ള സ്നാനം തുടങ്ങിയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടും പാവിതാഹ എന്ന് വെച്ചാൽ പരിശുദ്ധരായ, പാവിതാഹ പരിശുദ്ധരായിട്ട്, കുർമഹേ എന്ന് വെച്ചാൽ
നമ്മൾ ചെയ്യാം, അടിയങ്ങൾ ചെയ്യാം എന്നർത്ഥം. ദൃഢം എന്ന് വെച്ചാൽ ഉറച്ച എന്നർത്ഥം. അമി എന്ന് വെച്ചാൽ ഇവർ, അമി ഇവർ. കുർമഹേ ചെയ്യുന്നു, ഇവർ ചെയ്യുന്നു. കുർമഹേ എന്നുള്ളത് അതിൻ്റെ കർത്താവ് വയം എന്നാണ്. വയം ഞങ്ങൾ എന്നാണ്. ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ, അടിയങ്ങൾ എന്നൊക്കെ അർത്ഥം. അമി വയം എന്നർത്ഥം. ഈ നമ്മൾ. കുർമഹേ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ദൃഢമായിട്ടും ഉറപ്പായിട്ടും ചെയ്യും. പിന്നെ എന്തൊക്കെ ചെയ്യുക? സുഖാസനം പങ്കജാദ്യം അബീവാ. സുഖാസനമോ പങ്കജാദ്യം അബീവ, പങ്കജാസനമോ എന്നർത്ഥം. ആസനം ഒന്നുകിൽ സുഖമായിട്ട് ഇരിപ്പ്. രണ്ട് തരം ആസനങ്ങളുണ്ട്. ഒന്ന് പങ്കജാസനം. പങ്കജം താമരയാണല്ലോ. താമരയുടെ വേറെ പേര് പത്മം എന്നാണ്. പത്മാസനം എന്ന് പറയും. പത്മാസനം എന്ന് വെച്ചാൽ ഈ ധ്യാനിക്കാനും ഒക്കെ ഇരിക്കുന്ന ആൾക്കാർ ഇരിക്കുന്ന ഒരു പ്രധാന ആസനമാണ് പത്മാസനം. ചമ്രം പടിഞ്ഞിരുന്ന് രണ്ട് പാദങ്ങളും പുറത്തേക്ക് കാണിക്കാവുന്ന രീതിയിൽ മുട്ടുകൾ നിലത്തോട് ചേർന്ന് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് പത്മാസനം എന്ന് പറയുന്നത്. പത്മാസനം അത്ര എളുപ്പമല്ല ഇരിക്കാനായിട്ട്. പറ്റാത്തവർ അർദ്ധപത്മാസനം അല്ലെങ്കിൽ സുഖാസനം എന്നൊക്കെ പറയും. പത്മാസനമോ സുഖാസനമോ ഏതെങ്കിലും ഒന്ന് പറ്റണ രീതിയിൽ. ഭവൽ പരാഹ എന്ന് വെച്ചാൽ അങ്ങയിൽ തന്നെ ഉറച്ച, ഭവാനിൽ തന്നെ ഉറച്ച മനസ്സോടുകൂടിയവരായിട്ട് വയം ഞങ്ങൾ, അടിയങ്ങൾ ആചരിക്കാം, ചെയ്തു കൊള്ളാം എന്നാണ് പറയണത്. നമുക്കിതിൻ്റെ അന്വയക്രമത്തിൽ അർത്ഥം എന്ന് പറയാം കേട്ടോ. കുർമഹേ എന്നാണ് ക്രിയാപദം. കുർമഹേ എന്ന് വെച്ചാൽ ചെയ്യാം എന്നർത്ഥം. ദൃഢം എന്നാണ്. എങ്ങനെ? ദൃഢം കുർമഹേ, ദൃഢമായിട്ട് ചെയ്യാം. എന്തൊക്കെ ചെയ്യാം? ഒന്ന് സുഖാസനമോ പങ്കജാദ്യം ആസനമോ ചെയ്യാം. ഒന്നുകിൽ സുഖമായിട്ടിരിക്കാം, അതല്ലെങ്കിൽ പത്മാസനത്തിലോ അർദ്ധപത്മാസനത്തിലോ സുഖാസനത്തിലോ ഇരുന്നു കൊണ്ട് ദൃഢമായിട്ട് ചെയ്യാം. ഭവൽപരാഹ വയം, അങ്ങയോട് തൽപരരായിട്ടുള്ള നമ്മൾ, ഞങ്ങൾ, ഞാൻ, അടിയങ്ങൾ എന്നൊക്കെ അർത്ഥം. ബ്രഹ്മചര്യ ദൃഢതാദിഭിഹി യമൈഹി, ദൃഢമായ ബ്രഹ്മചര്യം തുടങ്ങിയിട്ടുള്ള യമങ്ങൾ കൊണ്ടും ആപ്ലവാദി നിയമങ്ങൾ കൊണ്ടും, ആപ്ലവം കുളി തുടങ്ങിയിട്ടുള്ള സ്നാനം തുടങ്ങിയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടും പാവിതാഹ പരിശുദ്ധരായിട്ട്. ബ്രഹ്മചര്യ അനുഷ്ഠാനം, മറ്റൊന്ന് കുളി മുതലായ കാര്യങ്ങളൊക്കെ ശുദ്ധമായിട്ട് പരിശുദ്ധരായിട്ട് സുഖാസനത്തിലോ പത്മാസനത്തിലോ അർദ്ധപത്മാസനത്തിലോ ഇരുന്നു കൊണ്ട് ദൃഢമായിട്ട് ശീലിച്ചു കൊള്ളാം. ഭഗവാനെ ഭജിക്കാനായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. ആദ്യത്തെ കാര്യം ബ്രഹ്മചര്യം മുതലായ യമങ്ങളും ആപ്ലവം തുടങ്ങിയ സ്നാനം തുടങ്ങിയിട്ടുള്ള നിയമങ്ങളും പിന്നെ സുഖാസനം തുടങ്ങിയിട്ടുള്ള ആസനങ്ങളും പത്മാസനം തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ആസനം. അപ്പോൾ നമ്മൾ അഷ്ടാംഗയോഗത്തിലെ ആദ്യത്തെ 3 സാധനങ്ങൾ യമം, നിയമം, ആസനം, ഇത് 3 പരിശീലിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ ഭജിക്കാനായിട്ട് തുടങ്ങാമെന്നർത്ഥം. അന്വയക്രമത്തിൽ നമുക്ക് അർത്ഥം വായിക്കാം കേട്ടോ. അമീ വയം, ഈ നമ്മൾ, ഭവൽപരാഹ അങ്ങയിൽ തന്നെ ഉറച്ച മനസ്സോടെ, ബ്രഹ്മചര്യ ദൃഢതാദിഭിഹി യമൈഹി, ദൃഢമായ ബ്രഹ്മചര്യം ആദിയായ യമങ്ങളാലും, ആപ്ലവാദി നിയമൈഹി ച, സ്നാനം തുടങ്ങിയ നിയമങ്ങളാലും, പാവിതാഹ പരിശുദ്ധരായിട്ട്, സുഖാസനം അഭിവ പങ്കജാദ്യം, സുഖാസനമോ പത്മാസനമോ അർദ്ധപത്മാസനമോ കൊണ്ട്, ദൃഢം കുർമഹേ, ദൃഢമായിട്ട് ഇരുന്ന് ശീലിച്ചു കൊള്ളാം. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ദൃഢമായിട്ട് ശീലിക്കാം. ഒന്ന് ബ്രഹ്മചര്യം തുടങ്ങിയിട്ടുള്ള യമങ്ങൾ, പിന്നെ സ്നാനം തുടങ്ങിയിട്ടുള്ള നിയമങ്ങൾ, പത്മാസനം അർദ്ധപത്മാസനം തുടങ്ങിയിട്ടുള്ള ആസനങ്ങളൊക്കെ ഞങ്ങൾ മീൻസ് ഞാൻ, അടിയങ്ങൾ ദൃഢമായിട്ടും ശീലിച്ചു കൊള്ളാം എന്നർത്ഥം. അപ്പോൾ നമ്മൾ അഷ്ടാംഗയോഗ ചര്യ കൊണ്ട് അങ്ങയെ ആരാധിക്കാം എന്നൊക്കെ പറഞ്ഞല്ലോ. അഷ്ടാംഗയോഗചര്യയിൽ 3 അംഗങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഈ 3 അംഗങ്ങൾ ഞാൻ ആദ്യം തന്നെ ശീലിക്കാം. എന്തൊക്കെയാണ്? യമം. എന്തൊക്കെ യമം എന്ന് വെച്ചാൽ ദൃഢമായ ബ്രഹ്മചര്യം മുതലായ എന്ന് വെച്ചാൽ ഹിംസ, അസത്യം, മോഷണം മുതലായവകളുടെ വർജനം.
ഇങ്ങനെയുള്ള യമങ്ങളും. നിയമങ്ങൾ എന്തൊക്കെയാണ്? ആപ്ലവം തുടങ്ങിയ നിയമം, കുളി മുതലായ നിയമങ്ങൾ. മുതലായ എന്ന് വെച്ചാൽ സ്നാനം, മനഃശുദ്ധി, ജപം, തപസ്, ഹോമം മുതലായ നിയമങ്ങളും. അതുപോലെ ആസനങ്ങൾ, പത്മാസനം, അർദ്ധപത്മാസനം, സുഖാസനം എന്നീ ആസനങ്ങളും ദൃഢമായിട്ട് പരിശീലിച്ചു കൊള്ളാം എന്ന്. അതിന് അഷ്ടാംഗ യോഗചര്യയിൽ ആദ്യത്തെ 3 ഇവിടെ ഉദാഹരിക്കുകയാണ്. മനസ്സിലായല്ലോ? ഒന്നുകൂടി നമുക്ക് നോക്കാം. ഈ നമ്മൾ അങ്ങയിൽ തന്നെ ഉറച്ച മനസ്സോടെ ബ്രഹ്മചര്യം ആദിയായ യമങ്ങളാലും സ്നാനം മുതലായ നിയമങ്ങളാലും പരിശുദ്ധരായിട്ട് സുഖാസനമോ പത്മാസനമോ അർദ്ധപത്മാസനമോ കൊണ്ട് ഉറച്ചിരിക്കാം. ഈ ആസനങ്ങളൊക്കെ ദൃഢമായി ശീലിച്ചു കൊള്ളാം എന്നർത്ഥം. അമീവയം ഭവത്പരാഹ ബ്രഹ്മചര്യ ദൃഢതാദിഭിഹി യമൈഹി ആപ്ലവാദി നിയമൈഹി ച പാവിതാഹ സുഖാസനം അഭിവാ പങ്കജാദ്യം ദൃഢം കുർമഹേ. അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്കതിന് ചൊല്ലാട്ടൊന്ന്. ബ്രഹ്മചര്യ ദൃഢതാദിഭിർയമൈഃ ആപ്ലവാദി നിയമൈശ്ച പാവിതാ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവൽപരാ. ഭവൽപരാഹ അമീ വയം, അങ്ങയോട് തൽപരരായിട്ടുള്ള ഈ ഞങ്ങൾ, അങ്ങയോട് വളരെയധികം ഭക്തിയുള്ള ഈ ഞങ്ങൾ, ബ്രഹ്മചര്യ ദൃഢതാദിഭിഹി യമൈഹി, ദൃഢമായ ബ്രഹ്മചര്യം തുടങ്ങിയ യമങ്ങളാലും, ആപ്ലവാദി നിയമൈഹി, സ്നാനം തുടങ്ങിയ നിയമങ്ങളാലും പാവിതാഹ പരിശുദ്ധരായിട്ട്, സുഖാസനം പങ്കജാദ്യം അഭി വാ, സുഖാസനത്തിലോ പങ്കജാദ്യമായ ആസനത്തിലോ പത്മാസനത്തിലോ അർദ്ധപത്മാസനത്തിലോ ഇരുന്ന് ദൃഢം കുർമഹേ, ദൃഢമായി ചെയ്യാം, ശീലിച്ചു കൊള്ളാം എന്നർത്ഥം. ഇപ്പോൾ 2 ശ്ലോകങ്ങൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് 2 ശ്ലോകം മതി, കുറച്ചധികം വിസ്തരിക്കേണ്ടി വന്നു. നാളെ അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. നന്നായിട്ട് വായിച്ച് ഹൃദിസ്ഥമാക്കുക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.